സാഹിത്യത്തിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പൊ മലയാള സാഹിത്യം PSC സിലബസ് പ്രകാരം എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഈ ഒരു സീരീസിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഒന്നാമത്തെ ക്ലാസ് കാണാത്തവര് പ്ലേലിസ്റ്റ് നോക്കിയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വഴിയോ കാണുക. അപ്പോൾ 2024 LDC LP UP എക്സാം 12th ലെവൽ, ഡിഗ്രി ലെവൽ, അതുപോലെ കേറ്ററ്റ് എക്സാം തുടങ്ങിയവയ്ക്കെല്ലാം നമ്മളുടെ ഈ ഒരു മലയാള സാഹിത്യത്തിന്റെ ബാച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ മലയാള സിലബസിൽ എന്തൊക്കെയാണ് സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ മലയാള സിലബസിൽ PSC 9 സെക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യ കൃതികളും കർത്താക്കളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് കണ്ടിട്ട് വേണം ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കാണാൻ. അതുപോലെ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കളെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് ആ പ്രസ്ഥാനത്തിൽ വരുന്നതെന്ന് നോക്കിയതിനു ശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പാട്ടുപ്രസ്ഥാനം, മണിപ്രവാളം, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത്രയും 18 സെക്ഷൻസ് കാര്യങ്ങൾ നിങ്ങൾ ഈ രണ്ടാമത്തെ സിലബസ് പ്രകാരമുള്ള രണ്ടാമത്തെ സെക്ഷനിൽ പഠിക്കണം. അതില് പാട്ടുപ്രസ്ഥാനം, മണിപ്രവാള സാഹിത്യം, ചമ്പുക്കൾ സന്ദേശകാവ്യം, ഗാഥ, കിളിപ്പാട്ട്, പാന, അതുപോലെ തുള്ളൽ സാഹിത്യം നമുക്ക് ഇന്ന് പഠിക്കാം. പാട്ടുപ്രസ്ഥാനം. അപ്പൊ മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമാണ് ഇത് പാട്ടുപ്രസ്ഥാനം. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനം. പാട്ടുപ്രസ്ഥാനം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രസ്ഥാനങ്ങൾ വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് പാട്ട് സാഹിത്യത്തിൽ വരുന്ന പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ പാട്ട് ഏതാണ്? രാമചരിതം. ശ്രീരാമകവി എഴുതിയ രാമചരിതമാണ്. അപ്പോ രാമചരിതം, കണ്ണശ്ശ കൃതികൾ, നിങ്ങൾ കണ്ണശ്ശന്മാരെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കണ്ണശ്ശ കൃതികൾ, രാമകഥാപാട്ട്, ഭാരതം പാട്ട്, പയ്യന്നൂർ പാട്ട്, തിരുനിഴൽമാല, ഇതൊക്കെ പാട്ട് സാഹിത്യത്തിലെ പ്രധാന കൃതികളാണ്. ഇനി ഈ കൃഷ്ണഗാഥ, ഗാഥ, പാനയൊക്കെ പാട്ടാണെങ്കിൽ പോലും നമ്മൾ വേറൊരു സെക്ഷൻ ആയിട്ട് മാറ്റിയിരിക്കുകയാണ്, ഗാഥകളെന്നും പാനകളെന്നൊക്കെ. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് അതൊക്കെ പഠിക്കുന്നുണ്ട്, കൃഷ്ണഗാഥ, പാന. ഇനി അടുത്തത് ലീലാതിലകം. അതായത് പാട്ടിന്റെ ലക്ഷണം നിർവചിച്ചിരിക്കുന്ന വ്യാകരണ ഗ്രന്ഥം, മലയാള വ്യാകരണ ഗ്രന്ഥം ഏതാണ്? ലീലാതിലകമാണ്. അപ്പൊ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. അത് എഴുതിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ പാട്ടിന്റെ ലക്ഷണം നിർവഹിച്ചിരിക്കുന്നത് ലീലാതിലകത്തിലാണ്. ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധം എതുകമോന വൃത്ത വിശേഷയുക്തം പാട്ട്. അപ്പൊ പാട്ടിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? ദ്രാവിഡ അക്ഷരങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദ്രാവിഡ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ 18 വ്യഞ്ജനങ്ങളും 12 സ്വരവേ ഉള്ളൂ. അപ്പൊ മൊത്തം 30 അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ പാടുള്ളൂ എന്ത്? പാട്ട്. അപ്പൊ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് എഴുതിയ 2 കൃതികളാണ് മലയാള സാഹിത്യത്തിലുള്ളത്. ഏതാണ്? അപ്പൊ ലീലാതിലകത്തിൽ പറയുന്ന പാട്ടിന്റെ ലക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കുന്ന 2 കൃതികൾ. ഒന്ന് രാമചരിതം, 2 തിരുനിഴൽമാല. രാമചരിതവും തിരുനിഴൽമാലയുമാണ്. ഇനി കണ്ടു കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പഴയ പാട്ടുകൃതി ഏതാണ്? രാമചരിതമാണ്. രാമചരിതം എഴുതിയിരിക്കുന്നത് ആരാണ്? ശ്രീരാമകവിയ. അപ്പൊ ആദ്യത്തെ കൃതി ആകുമ്പോഴത്തേക്ക് ആ കവിയായിരിക്കല്ലോ ആദ്യ കവി. അപ്പൊ ആദ്യ കവി എന്നറിയപ്പെടുന്നത് ശ്രീരാമകവിയാണ്. അതുപോലെ രാമചരിതത്തിന്റെ ഇതിവൃത്തം എന്താണ്? യുദ്ധകാന്ഡം. രാമായണത്തിലെ യുദ്ധകാന്ഡമാണ്. പിന്നെ മലയാളത്തിലെ ആദ്യ കവിയായിട്ട് നമ്മൾ ശ്രീരാമകവിയെ പറയുന്നു. ഇനി കേരള ചോസർ എന്നാണ് ശ്രീരാമകവി അറിയപ്പെടുന്നത്. ആരാണ് അങ്ങനെ വിളിച്ചതെന്ന് വെച്ചാൽ ഉള്ളൂരാണ്. അപ്പോ ഗഫ്രി ചോസർ, അദ്ദേഹം ഇംഗ്ലീഷ് പോയറ്റ്, അതായത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന ആരാണ്? ഗഫ്രി ചോസർ. അപ്പൊ ആദ്യത്തെ കവി ആയതുകൊണ്ടാവണം നമ്മുടെ ഉള്ളൂർ എന്ത് വിളിച്ചത്? നമ്മളുടെ കേരളത്തിലെ ചോസറാണ് ആര്? ശ്രീരാമകവി എന്ന് പറഞ്ഞത്. അപ്പൊ കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീരാമകവിയ. വിളിച്ചതാരാ? ഉള്ളൂര. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മുടെ ഫ്രണ്ട്ലി പേജ് ഒരു ബുക്കാണ്. ഇത് വാങ്ങിക്കാത്തവർ വാങ്ങിക്കുക. നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ ഇത് എങ്ങനെയുണ്ട്, ഇത് കിട്ടിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ അവർ പറഞ്ഞത് കൊള്ളാമോ ഇല്ലെന്ന്. അപ്പൊ നിങ്ങൾ അതൊക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് വാങ്ങുക. അപ്പൊ നമ്മളുടെ പിന്നെ വാട്സപ്പ് വഴി കൊടുത്തിട്ടുണ്ട്. അതുവഴി വാങ്ങുന്നവർക്ക് ഇനി അതായത് 2023 ഡിസംബർ വരെയുള്ള മുൻകാല ചോദ്യങ്ങളുടെ നല്ല കിട്ടിലൻ ക്ലാസ്, അതായത് കോഡൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് എടുക്കുന്ന തരത്തിലുള്ള ക്ലാസ് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിൽ തരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനൊരു കുറച്ച് എമൗണ്ട് കൂടെ അടയ്ക്കണം കേട്ടോ. ചെറിയൊരു എമൗണ്ട് അടയ്ക്കുമ്പോഴാണ് അത് കിട്ടുന്നത്. അപ്പോൾ സാധാരണ അത് 300 രൂപയുടെയാണ്. നിങ്ങളൊരു നിസ്സാര പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ
ഇനിയിപ്പോൾ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ആ ഒരു ആനുകൂല്യവും കൂടെ ലഭിക്കും. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാങ്ങിക്കുക. പിന്നെ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ക്ലാസ്സില്ലേ, അതിന്റെ ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇതൊരു ക്ലാസ് കണ്ടു, എന്നിട്ട് പഠിച്ചോന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നേരെ പോവുക, ഫ്രീ മോക്ക് ടെസ്റ്റിൽ കയറുക ചെയ്യുക. പിന്നെ നമ്മളുടെ ആപ്പിൽ LDCയുടെ മാത്രമല്ല എല്ലാത്തിൻ്റെയും ക്ലാസ് ഉണ്ട്. അത് പെയ്ഡ് ക്ലാസ് കേട്ടോ. മലയാളം വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതിൽ ചേർന്നോ, ധൈര്യമായിട്ട് ചേർന്നോ, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത്. ഇനി പാട്ടിന്റെ ലക്ഷണം പാലിക്കുന്ന രണ്ടാമത്തെ കൃതിയായിട്ട് നമ്മൾ തിരുനിഴൽമാല പറഞ്ഞിരുന്നു. അപ്പൊ തിരുനിഴൽമാല എഴുതിയത് അയിരൂർ ചേരിക്കാരനായിട്ടുള്ള ഏതോ ഒരു ഗോവിന്ദനാണ്. അയിരൂർ ചേരിക്കാരനായ ഒരു ഗോവിന്ദൻ എഴുതിയ കൃതിയാണ് തിരുനിഴൽമാല. ഇനി അതിലെ പ്രതിപാദ്യം എന്താണെന്ന് വെച്ചാൽ ആറന്മുള ക്ഷേത്രത്തില് ശ്രീകൃഷ്ണന് മലയർ അർപ്പിക്കുന്ന ബലിയാണ്. അപ്പൊ തിരുനിഴൽമാലയിലെ പ്രതിപാദ്യം ആറന്മുള ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന് മലയർ അർപ്പിക്കുന്ന ബലിയാണ്. ഇനി പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട കവികളാണ് നിരണം കവികൾ. നിരണം കവികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ ലീലാതിലകകാരൻ പാട്ടിന് ഇന്ന ലക്ഷണമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അതേപടി പിന്തുടരാനൊന്നും ആരെ കിട്ടിയില്ല, നമ്മുടെ നിരണം കവികളെ കിട്ടിയില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 30 അക്ഷരങ്ങൾ വെച്ച് വേണം എഴുതാനായിട്ട്. അപ്പൊ 30 അക്ഷരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വാക്കുകളും ഒന്നും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോ പല സംസ്കൃത പദങ്ങളും അതുവഴി എഴുതാൻ പറ്റില്ല. അപ്പൊ ആ സംസ്കൃത പദങ്ങളെ എന്താക്കും, വേറൊരു രൂപത്തിലേക്ക് മാറ്റി, ഈ 30 അക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റിയിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് തൽസമമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു, പിന്നെയോ തൽഭവമാക്കി മാറ്റി ഉപയോഗിക്കും. കാരണം നമ്മുടെ 30 അക്ഷരങ്ങൾ വെച്ച് എഴുതി പിടിപ്പിക്കണമല്ലോ. അപ്പൊ തൽസമങ്ങള് സംസ്കൃതത്തിലെയും മറ്റു പദങ്ങളുടെ അതേപടി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ആ തൽസമം ഉപയോഗിക്കാൻ പറ്റാതെ തൽഭവമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ തൽഭവം തൽസമം എന്താണെന്ന് അറിയാൻ വയ്യാത്തവർ നമ്മളുടെ പഴയ ക്ലാസ് കണ്ടാൽ മതി. അതിൽ ഉണ്ട് മലയാള വ്യാകരണത്തിൽ തൽസമം തൽഭവം ഓർത്ത് വെക്കാനുള്ള എളുപ്പവഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി കാണുമ്പോൾ എന്താണ് സംഗതി എന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ തൽഭവങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ 30 അക്ഷരങ്ങൾ കൊണ്ട്, ദ്രാവിഡ അക്ഷരങ്ങൾ കൊണ്ട് നമ്മളുടെ പാട്ടുകൃതികൾ എഴുതിയിരുന്നത്. എന്നാൽ അതുവഴി അത്ര അക്ഷരങ്ങൾ വെച്ച് തന്ന തൽഭവം വെച്ച് എഴുതാൻ തന്നെ ഒന്നും പിന്നീട് വന്ന, അല്ലെങ്കിൽ അതേ ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം കൊണ്ട് എഴുതാനൊന്നും പിന്നീട് വന്ന ആര് തയ്യാറായില്ല, നമ്മുടെ കണ്ണശ്ശന്മാർ അഥവാ നിരണം കവികൾ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു, അവര് പാട്ടിന്റെ ലക്ഷണങ്ങൾ ആ പറഞ്ഞതുപടി പിന്തുടരാതെ ഇവരുടേതായ ഒരു രീതിയിൽ എഴുതിയവരാണ്. അപ്പൊ പാട്ട് സാഹിത്യത്തിൽ ഒരു നവചക്രവാളം തുറന്ന് പ്രത്യക്ഷപ്പെട്ട കവികളാണ് കണ്ണശ്ശന്മാർ അഥവാ നിരണം കവി. ഇപ്പൊ കണ്ണശ്ശന്മാരെന്ന് കണ്ടാലും നിരണം കവികളെന്ന് കണ്ടാലും ഒരേ ടീമുകളാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. PSC ചോദിച്ചിട്ടുള്ളതാണ് ഈ നിരണം കവികൾ ആരൊക്കെയാണെന്ന്. അപ്പൊ നിരണം കവികള് 3 പേരാണുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവര് റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയൊന്നും വ്യക്തമായ അറിവില്ല. അപ്പൊ ചില സാഹിത്യകാരന്മാരുടെ അഭിപ്രായത്തിൽ അവർ ബന്ധുക്കളാന്ന് പറയുന്നുണ്ട്, ചിലര് പറയുന്നുണ്ട് അവരെ ഒരേ രീതിയിൽ രചിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പൊ പല പല അഭ്യൂഹങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് നിരണം കവികൾ 3 പേരാണെന്നും അവരുടെ പേരും പഠിച്ചു വെക്കാം. അപ്പോ നിരണം കവികളെന്നും കണ്ണശ്ശന്മാരെന്നും അറിയപ്പെടുന്നത് ഇത്രയും പേരാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, രാമശങ്കര മാധവൻ. എന്താണ് നിരണം എന്ന് പറയുന്നത്, നിരണം കവികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർക്കാം, രാമശങ്കര മാധവൻ, രാമശങ്കര മാധവൻ. അതായത് നിരണത്ത് രാമപ്പണിക്കർ രാമ, വെള്ളാനല്ലൂർ ശങ്കരപ്പണിക്കർ ശങ്കരപ്പണിക്കർ, മലയൻകീഴ് മാധവ പണിക്കർ മാധവ. അപ്പൊ രാമശങ്കര മാധവ കിട്ടിയില്ലേ, പഠിച്ചു വയ്ക്കണം. അത് വരും, ചോദിച്ചിട്ടുണ്ട് PSCക്ക് മാത്രമല്ല പല പല പരീക്ഷകൾക്കും ഈ ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി കണ്ണശ്ശ കവികൾ ഉപയോഗിച്ചിരുന്ന വൃത്തം ഇരട്ട തരംഗിണിയാണ്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഇവര് മുച്ചകളാണെങ്കിലും ഇരട്ട എന്നുള്ള രീതിയിൽ ഓർക്കുക കേട്ടോ. പിന്നെ ഒരു തരംഗം സൃഷ്ടിച്ചു കൊണ്ടുവന്നു എന്തെങ്കിലും ഓർത്ത് ഇരട്ട തരംഗിണി ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇരട്ട തരംഗിണി കണ്ണശ്ശന്മാർ ഉപയോഗിച്ചിരുന്ന വൃത്തം ഇരട്ട തരംഗിണിയാണ്. ഇനി ഈ 3 പേര് ഞാൻ വ്യത്യസ്ത മഷികളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതില് നമ്മുടെ രാമപ്പണിക്കർ ഒഴിച്ച്, അതായത് നിരണത്ത് രാമപ്പണിക്കർ, അദ്ദേഹമാണ് ഈ 3 പേരിലും ഫേമസ് ആയിട്ടുള്ള ആള് കേട്ടോ. അദ്ദേഹം ഒഴിച്ച് ബാക്കി 2 പേരും എന്താ ഓരോ കൃതികൾ ഇത് എഴുതിയിട്ടുള്ളൂ. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാത്രമാണ് കുറച്ചധികം കൃതികൾ പഠിക്കാനുള്ളത്, എന്നാലും പക്ഷേ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇവരിൽ ഫേമസ് ആയിട്ടുള്ള നിരണത്ത് രാമപ്പണിക്കരുടെ കൃതികൾ പഠിക്കാം. നിരണത്ത് രാമപ്പണിക്കരുടെ പ്രധാന കൃതികള് കണ്ണശ്ശരാമായണം. കണ്ടോ, കണ്ണശ്ശരാമായണം രചിച്ചത് നിരണത്ത് രാമപ്പണിക്കരാണ്. പക്ഷെ ഇവരെ മൊത്തത്തിൽ അറിയപ്പെടുന്നത് കണ്ണശ്ശന്മാരെന്നാണോ, ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണശ്ശ രാമായണം എഴുതിയത് നമ്മുടെ നിരണത്ത് രാമപ്പണിക്കരാണ്. ഇനി ഭാരതം, ഭാഗവതം,
ശിവരാത്രി മാഹാത്മ്യം ഇവയും ആരാണ് എഴുതിയത്? നിരണത്ത് രാമപണിക്കരാണ് എഴുതിയത്. ഇനി ചിലപ്പോ കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം എന്നൊക്കെ ചിലപ്പോ തരും. അപ്പൊ എന്താണേലും ഇത് ഇദ്ദേഹത്തിന്റെയാണ്. ഇനി അടുത്ത ആൾ, പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഈ പറയുന്ന നിരണത്ത് രാമപണിക്കരെ ഉള്ളൂർ എന്ത് വിളിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? കേരള സ്പെൻസർ എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേരള സ്പെൻസർ എന്നറിയപ്പെടുന്നത് നിരണത്ത് രാമപണിക്കരാണ്. നിരണത്ത് രാമപണിക്കരാണ് കേരള സ്പെൻസർ. ഇനി അടുത്തത് ഭാരതമാല. അതും ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് PSC കേട്ടോ. അപ്പൊ ഭാരതമാല എഴുതിയത് ആരാണ്? ശങ്കര പണിക്കരാണ്. ശങ്കര പണിക്കര്. അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹം, അതായത് മഹാഭാരത കഥ മൊത്തത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മളുടെ മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹമാണ് ആരുടെ? ശങ്കര പണിക്കരുടെ ഭാരതമാല. അപ്പൊ ആദ്യ ഭാരതം ദശമസ്കന്ധം, മഹാഭാരത കഥ സംഗ്രഹം. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ഭാരത സംഗ്രഹം ശങ്കര പണിക്കരുടെ ഭാരതമാലയാണ്. നിങ്ങൾ ഈ ശങ്കരാഭരണം ഓർക്കാനുള്ള കോഡാണ് കേട്ടോ. ശങ്കരാഭരണം, ശങ്കരാഭരണം കേട്ടിട്ടില്ലേ? അപ്പൊ ആഭരണം എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് മാലയല്ലേ ഓർമ്മ വരുന്നത്. അപ്പൊ ശങ്കരാഭരണം മാല, അതായത് ഭാരതമാല ശങ്കരാഭരണം. അപ്പൊ ആ ശങ്കരാഭരണം മാലയും കൂടെ കൊടുക്കുക. ശങ്കരപ്പണിക്കരുടെയാണ് മാല, ഭാരതമാല എന്ന് ഓർത്ത് വെക്കാവേ. അതിന് വേണ്ടിയിട്ടാ ശങ്കരാഭരണത്തിന്റെ കാര്യം പറഞ്ഞത്. ഇനി അടുത്തതാണ് മാധവ പണിക്കര്. രാമശങ്കര മാധവൻ അല്ലെ? അപ്പൊ മാധവ പണിക്കരുടേത്, മാധവൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ അല്ലേ? ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? ഭഗവത്ഗീതയൊക്കെ അല്ലേ? അതായത് മാധവ പണിക്കരുടെ പ്രധാന കൃതി ആണ് ഏത്? ഭാഷ ഭഗവത്ഗീത. അപ്പൊ മാധവൻ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത ഓർക്കുക. ഭഗവത്ഗീത, ഭാഷ ഭഗവത്ഗീത. അപ്പൊ ഇത്തരം കൃതികൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു ട്രിക്ക് വഴി വെച്ച് തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് കണ്ണശ കൃതികളുടെ പ്രത്യേകത. പിന്നെ ഇത്ര നേരം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭക്തിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളുടെ മലയാള സാഹിത്യത്തിൽ ചെറിയ രീതിയിൽ ഭക്തിയുള്ളത് കൊണ്ടുവന്നത് അത് നിരണകവികളാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു ഭക്തി മാർഗം നമ്മൾ മലയാള സാഹിത്യത്തില് സ്വീകരിച്ച കൃതികളൊക്കെ എഴുതുമ്പോൾ അതിൽ ഭക്തി എന്തിനാണ് സ്വീകരിച്ചെന്നുള്ള കാര്യം തൊട്ട് പുറകെ പറഞ്ഞുതരാം. മണിപ്രവാളത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അത് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്ലൈഡ് നോക്കാം. പിന്നെ അടുത്തൊരു പോയിന്റ്, രാമചരിതത്തിൽ ആരംഭിച്ച രാമകഥ. രാമചരിതത്തിൽ രാമന്റെ കഥയാണ് യുദ്ധകാണ്ഡമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അത് പൂർണ്ണത കൈവരിക്കുന്നത് എപ്പോഴാണ്? പൂർണ്ണത കൈവരിക്കുന്നത് കണ്ണശ രാമായണത്തിലാണ്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, രാമചരിതത്തിൽ ആരംഭിച്ച രാമകഥയ്ക്ക് പൂർണ്ണത കൈവരിക്കുന്നത് കണ്ണശ രാമായണത്തിലാണ്. കണ്ണശ രാമായണം ആരാ എഴുതിയേ? തിരുവനന്തപുരം രാമപ്പണിക്കരാണ്. രാമായണം. ഓക്കെ, അപ്പൊ അതുപോലെ രാമപ്പണിക്കര് രാമായണം, പിന്നെ ബാക്കി അവരുടെ പേര് വെച്ച് നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്ത പാട്ട് പ്രസ്ഥാനത്തിൽ വരുന്ന അടുത്ത കവികളാണ് ഔവാടുതുറ അയ്യപ്പിള്ള ആശാനും അദ്ദേഹത്തിന്റെ ഒരു സഹോദരനായിട്ടുള്ള അയ്യനപ്പിള്ള ആശാനും. ഇവരെ നമ്മൾ കോവളം കവികൾ എന്നാണ് വിളിക്കുന്നത്. കോവളം കവികൾ. അപ്പൊ അവരുടെ കൃതികൾ നോക്കാം. രാമകഥാപാട്ട്. രാമകഥാപാട്ട് എഴുതിയത് ഔവാടുതുറ അയ്യപ്പിള്ള ആശാനാണ്. പിന്നെ ഈ പാട്ട് ചന്ദ്രവളയം എന്ന് പറയുന്ന ഒരു വാദ്യം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പണ്ട് പാടിയിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തില് രാമകഥാപാട്ട് നേരത്തെ പാടിയിരുന്നത് ചന്ദ്രവളയം എന്ന് പറയുന്ന ഒരു വാദ്യം ഉപയോഗിച്ചിട്ടാണ്. ഇനി അടുത്തത്, അപ്പൊ രാമകഥാപാട്ട് ഔവാടുതുറ അയ്യപ്പിള്ള ആശാൻ. ഇനി അടുത്ത എന്താ? രാമന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഭാരതം പാട്ട്. ഭാരതം പാട്ട് അടുത്ത ആള് രാമന്റെതാ മെയിൻ ആയിട്ടുള്ള ആള്. അടുത്തത് ആരാ? ഭാരതം പാട്ട് അയ്യനപ്പിള്ള ആശാൻ. അയ്യനപ്പിള്ള ആശാൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വകയിലൊരു സഹോദരനായിട്ട് വരും, അയ്യനപ്പിള്ള ആശാൻ. ഇവര് രണ്ടുപേരെയും, ഇവര് തിരുവനന്തപുരം കോവളം പ്രദേശത്ത് താമസിച്ചിരുന്നവരാണ് കേട്ടോ. തുറ ഉണ്ട്, ഔവാടുതുറ. അപ്പൊ അവരെ നമ്മൾ എന്തെന്നും കൂടെ പറയുന്നുണ്ട്? കോവളം കവികളെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോ ക്ലിയർ ആയി കാണുമല്ലോ. പിന്നെ പാട്ട് സാഹിത്യത്തില് നമ്മളൊരു പയ്യന്നൂർ പാട്ട് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ പയ്യന്നൂർ പാട്ട് എഴുതിയത് ആരാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അത് കണ്ടെത്തിയത് ഗുണ്ടർട്ടാണ്. പിന്നെ ഈ ഗുണ്ടർട്ട് അത് കൊണ്ടുപോയിട്ട് ജർമ്മനിയിലെ ഗുണ്ടർട്ട് എടുത്തുകാരനാ ഹെർമൻ ഗുണ്ടർട്ട്, ജർമ്മൻ. ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയിൽ കൊണ്ടുവച്ചു. പിന്നീട് സ്കറിയ സക്കറിയ അവിടെ പോയി അതെടുത്ത് 1991 ആയപ്പോഴത്തേക്ക് പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ പയ്യന്നൂർ പാട്ടിന്റെ കാര്യം ക്ലിയർ ആയി കാണുമല്ലോ. ആരാണ് എഴുതിയത്? അൺനോൺ ആണ്. അപ്പൊ അത് പഠിക്കാം.
അപ്പൊ ഈ പയ്യന്നൂർ പാട്ടിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് നീലകേശി എന്ന് പറയുന്ന ഒരു യുവതി, കുട്ടികളില്ല, അപ്പൊ അവര് പിന്നെ എന്താ തീർത്ഥയാത്ര നടത്തുകയാണ്. അപ്പൊ തീർത്ഥയാത്ര നടത്തുമ്പോൾ വഴി വെച്ച് ഒരാളെ കണ്ടുമുട്ടുന്നു, അയാളെ കല്യാണം കഴിക്കുന്നു, കുട്ടി ഉണ്ടാവുന്നു, അങ്ങനെയൊക്കെ ഒരു കഥയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മൾ തന്നെ കുറെ പഠിക്കുമ്പോൾ മറന്നു. അപ്പൊ നമുക്ക് ദേഷ്യം, ഇതൊക്കെ എന്തിനാണ് ഈ കുന്തമൊക്കെ നമ്മൾ പഠിക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കും. നോർമലി എല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ വിചാരിക്കും. അപ്പൊ ഉണ്ടല്ലോ, ഇതിന് കുറെ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇതിപ്പോ രാമന്റെ കഥയോ അതും ഇതൊക്കെ പറയുന്നതിൽ കൂടെ ആ സമയത്തെ ജനങ്ങളുടെ ജീവിതം, ചുറ്റുപാട്, സ്ഥലങ്ങള്, അവരുടെ ഒരു ഭൂമിശാസ്ത്രപരമായ കാര്യം, ഇതെല്ലാം നമുക്ക് ഈ കൃതിയിൽ നിന്ന് കിട്ടും. ഈ സ്ത്രീ തന്നെ, നീലകേശി തന്നെ ഊര് ചുറ്റാൻ പോയപ്പോ അവിടെ അന്ന് കണ്ട കുറെ കച്ചവട സംഘങ്ങള്, അതുപോലെ തുണി നെയ്യുന്ന കാര്യങ്ങള്, അതുപോലെ കപ്പൽ നിർമ്മാണശാലകള്, ഇതിനെ പറ്റിയൊക്കെ ഈ കൃതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് വന്ന ഇപ്പൊ നമ്മുടെ അപ്പൂപ്പനൊക്കെ അന്നുണ്ടായിരുന്നല്ലോ, അവരൊക്കെ ജീവിച്ചിരുന്ന സാഹചര്യത്തെ പറ്റി നമുക്ക് അറിയാൻ ഒരു ഓപ്പണിംഗ് ആണെന്ത് ഈ പറയുന്ന കൃതികളൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൃതികളൊക്കെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം. ഇപ്പൊ ഇതൊരു മുൻകാല ചോദ്യം ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കേട്ടോ. മുകുന്ദമാല എന്ന കൃതി രചിച്ചത് ആരാണ്? കുലശേഖര ആൾവാറാണ്. ഇത് ഓർത്ത് വെക്കാൻ ഞാൻ പറയുന്ന കോഡ് ഇങ്ങനെയാണ്, ഒരാളുടെ അത്രയുള്ള മാലാണ്. അപ്പൊ കുലശേഖര ആൾവാർ, ഒരാളുടെ അത്രയുള്ള മാലയാണ് എന്ത് മാല? മുകുന്ദമാല. അപ്പോ വൈഷ്ണവ ഭക്തന്മാരായ, ഞാനിവിടെ എഴുതിയിട്ടുള്ളത് കാണാൻ പറ്റുമല്ലോ അല്ലെ? ഓക്കെ, 12 ആൾവാർമാരിൽ ഒരാളായ കുലശേഖര ആൾവാർ തന്നെയാണ് കുലശേഖര സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. തൃശ്ശൂർ ജില്ലയില് കൊടുങ്ങല്ലൂരിലെ തൃക്കുവശേരപുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇദ്ദേഹം നിർമ്മിച്ചതോ പുതുക്കി പണിതതോ ആണെന്നത്രേ. പിന്നെ ആഴ്വാർ എന്നാൽ ഭക്തിയിൽ ആഴുന്നവൻ, മുങ്ങുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. വേറെ അർത്ഥങ്ങളും ഒക്കെ അതിനുണ്ട് കേട്ടോ. പിന്നെ മുകുന്ദമാല ഇദ്ദേഹമാണ് രചിച്ചതെന്ന് കരുതുന്നു. പിന്നെ പെരുമാൾ തിരുമൊഴി ഇദ്ദേഹത്തിന്റെ രചനയാണെന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പൊ മുകുന്ദമാലയും പെരുമാൾ തിരുമൊഴിയും നമ്മുടെ കുലശേഖര ആൾവാരുടെ ഇതാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം PYQ ആയതുകൊണ്ടാണ്. നമ്മൾ ഇത്രയും പാട്ടുകൃതികളൊക്കെ ഇപ്പൊ പഠിച്ചുവെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് മലയാള സാഹിത്യത്തിലെ പണ്ടത്തെ പാട്ടാണ്, വായിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാവും, അങ്ങനെയൊന്നും വിചാരിക്കണം. മനസ്സിലാവത്തില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാവാൻ. നേരെ കുറിച്ച് നിങ്ങൾ കൃഷ്ണഗാഥയൊക്കെ എടുത്ത് വായിക്കുമ്പോൾ എന്താ കുറച്ചുകൂടെ സുഖമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ? അതായത് നമ്മുടെ ചെറുശ്ശേരിയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ആ പാട്ട് പ്രസ്ഥാനം ചെറുശ്ശേരി, പ്രാചീന കവിത്രയത്തിന്റെ കാര്യങ്ങൾ പറയാൻ പോവാണ്. എഴുത്തച്ഛന് മുമ്പ്, അതായത് 15ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന മഹാകവിയാണ് ചെറുശ്ശേരി. അതായത് നമ്മുടെ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? പ്രാചീന കവിത്രയം തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി പ്രാചീന കവിത്രയാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആദ്യത്തെ ആളാരാണ്? 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും കൃതികളൊക്കെ പറഞ്ഞപ്പോ അതൊന്നും നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതല്ല. എന്നാൽ മലയാള സാഹിത്യങ്ങൾ പഠിക്കുന്നെങ്കിൽ പോലും മലയാളം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത് ശരിക്കും ഈ 15ാം നൂറ്റാണ്ടിലെ ചെറുശ്ശേരിയാണ്. അപ്പൊ അത്രയും നാള് സംസ്കൃത തമിഴ് പദങ്ങളൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് മലയാളമൊക്കെ ചേർത്തിട്ട് എഴുതിയിരുന്ന പാട്ട് സാഹിത്യത്തെ മലയാളം കൊണ്ട് മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് എഴുതാം എന്നൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്ന ആളാണ് ആര്? നമ്മുടെ ചെറുശ്ശേരി. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുശ്ശേരി, അത് കഴിഞ്ഞിട്ട് വരുന്ന കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും ഒക്കെ ഇതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്തതാണ്. അപ്പൊ നമ്മളുടെ കെട്ടുപാടുകളിൽ നിന്ന് മലയാളത്തെ ഇങ്ങനെ മോചിപ്പിച്ചുകൊണ്ട് വന്നതാണ് ഇവര് 3 പേരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ എന്ത് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് രാമചരിതം എഴുതിയ ആളെയൊക്കെ ആധുനിക പ്രാചീന കവി ആയിട്ട് എന്താ ഉൾപ്പെടുത്താതെ ഇവരുടെ കാലം വന്നപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയത് ഇതൊക്കെ തന്നെയാണ് കാരണം. അതായത് മലയാളത്തെ ഒന്ന് നന്നായിട്ട് ശുദ്ധീകരിച്ചെടുത്തത് ഈ ഒരു നൂറ്റാണ്ട് മുതൽ വന്ന കവികളാണ് 3 പേര്, തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. അതുകൊണ്ടാണ് അവർ നമ്മള് പ്രാചീന കവിത്രയം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം കോലത്ത് നാട്ടിലെ രാജാവായിരുന്ന ഉദയവർമ്മന്റെ സദസ്സിനായിരുന്നു. അപ്പൊ ഉദയവർമ്മ രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് രചിച്ചത്? കൃഷ്ണഗാഥ രചിച്ചത്. ഒരു കഥയൊക്കെ ഉണ്ട്, അത് റാണി കുഞ്ഞിനെ ഉറക്കുമായിരുന്നു. അപ്പൊ നമ്മളുടെ ചെറുശ്ശേരിയും രാജാവും ചതുരംഗം കളിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് തോക്കുന്നായപ്പോഴത്തേക്ക് റാണി ഒരു ക്ലൂ കൊടുത്തു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ രാജാവ് ഇതെനിക്ക് കിട്ടിയെന്താ, എനിക്ക് മാർഗം പറഞ്ഞു തരാന്ന് പറഞ്ഞ് രാജാവ് രാജാവ് ജയിച്ചു എന്നാണ് ഐതിഹ്യം. അപ്പൊ രാജാവ് അത് ആ ഒരു ട്യൂണിൽ ഇംപ്രസ്ഡ് ആയിട്ടുള്ള രാജാവ് നമ്മളുടെ കവിയോട് പറയാണ് ഈ ഒരു ട്യൂണിൽ ഒരു പാട്ട് രചിക്കാവോ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ
ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് എന്നാണ് ഐതിഹ്യം. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണഗാഥ ചെറുശ്ശേരി രചിച്ചത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കോലത്തുനാട് ഉദയവർമ്മ. അപ്പൊ ഉദയവർമ്മ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഉദിച്ച ഒരു ഗാനമാണ് ഏത്? ഉദയവർമ്മ എന്ന് പറഞ്ഞാൽ ഓർത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞോ, ഉദിച്ചാല് അതുമൂലം ഉദിച്ച ഒരു ഗാനമാണ് ഏത്? നമ്മളുടെ കൃഷ്ണഗാഥ. അടുത്ത മുൻകാല ചോദ്യമാണ്, ശ്രീകൃഷ്ണചരിതം അടിസ്ഥാനമാക്കി മലയാളത്തിലുണ്ടായ ആദ്യത്തെ ബൃഹത് കാവ്യം ഏതാണ്? അതും കൃഷ്ണഗാഥയാണ്. ഇനി തനി നാടൻ ശൈലിയിൽ ശുദ്ധമായ മലയാളം നമുക്ക് വായിച്ചാലും മനസ്സിലാവും. പഴയ രാമചരിതമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോന്നൊന്നും അറിയണമല്ലോ അല്ലെ? പക്ഷെ അത് ഇതുപോലെ അല്ലേ, ഇത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഭാഗവതം, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാര കഥയാണ് ഇതിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്നത്. അടുത്തതാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അതെന്താണ്? ഗാഥാവൃത്തം എന്നറിയപ്പെടുന്ന ഏതാണ്? മഞ്ചരിയാണ് അല്ലെ? മഞ്ചരി. ഇത് നിങ്ങൾ മറന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ വൃത്തമൊക്കെ ഒരുമാതിരി വൃത്തമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. കൃഷ്ണഗാഥ, കൃഷ്ണന്റെ ഡ്രസ്സിന്റെ കളർ മഞ്ഞയല്ലേ? അപ്പൊ മഞ്ഞ ഡ്രസ് ഇടുന്ന കൃഷ്ണന്റെ കഥ എഴുതിയ കൃഷ്ണഗാഥയുടെ വൃത്തം മഞ്ചരിയാണ്. മഞ്ചരിയാണെന്ന് ഓർക്കാം. അപ്പൊ മഞ്ഞ വെച്ചിട്ട് മഞ്ചരിയും ഓർക്കാം. അപ്പോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉദയവർമ്മ രാജാവ്, പിന്നെ ഇദ്ദേഹത്തിന്റെ നൂറ്റാണ്ട്, പിന്നെ ആദ്യത്തെ ബൃഹത് കാവ്യം കൃഷ്ണഗാഥ പറയുന്ന, പിന്നെ ഭാഗവതം ദശമസ്കന്ധം, പിന്നെ ഗാഥാവൃത്തം എന്നറിയപ്പെടുന്നത് മഞ്ചരി. ഇത്രയും കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. കാരണം സ്ഥിരം PSC മാറി മാറി ചോദിക്കുന്നതാണ്. അടുത്തത് എഴുത്തച്ഛനാണ്. അതായത് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ. അദ്ദേഹത്തെയാണ് നമ്മള് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത്. അതുപോലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഒക്കെ സ്ഥിരം PSC ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അദ്ദേഹം ജനിച്ചത് എവിടാണ്? പൊന്നാനിയിലെ തുഞ്ചൻ പറമ്പിലാണ് ജനിച്ചത്. 16-ാം നൂറ്റാണ്ടിലാണ്. പിന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പിന്നെ ഭക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ഈ മലയാള സാഹിത്യത്തിലേക്ക് ഭക്തി ഇത്ര തീവ്രമായിട്ട് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എഴുത്തച്ഛനാണ്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മണിപ്രവാള സാഹിത്യത്തിന്റെ കാര്യം പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്ക് മണിപ്രവാള സാഹിത്യത്തില് സ്ത്രീവർണ്ണന കൂടുതലാണെന്നും ശൃംഗാരമാണ് അതിന്റെ ഭാവം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രചനകള് കൂടി വന്നത്? മണിപ്രവാളത്തില് ഇങ്ങനെ ഒരു രചനകൾ കൂടി വരാൻ കാരണം എന്താണ്? അതൊരു കഥയാണ്. അതായത് തെക്കേ ഇന്ത്യയിലേക്ക് ആര്യന്മാരുടെ അധിനിവേശം ഉണ്ടായ കാര്യം പറഞ്ഞു. അതിനുശേഷം ജാതി സമ്പ്രദായം എന്ന് പറഞ്ഞു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അപ്പൊ അതില് ആര്യന്മാരെന്ത് ചെയ്യുന്നു? അന്ന് നമ്മുടെ സമൂഹത്തില് ഉന്നതരായിരുന്ന, അതായത് രാഷ്ട്രീയ പിടിപാട്, ഒരു ഭരണ സംവിധാനത്തിന്റെ പിടിപാടുള്ളവരെ എന്ത് ചെയ്തു? ഞങ്ങളുടെ കൂടെ ചേർന്നു, ബ്രാഹ്മണരായിട്ട് ഞങ്ങളുടെ കൂടെ കൂടിക്കൂ എന്ന് പറഞ്ഞ് കൂട്ടി. പിന്നെ വ്യവസായം പോലെ ചെയ്യുന്നവരെ വൈശ്യരാക്കി, കായിക ബലമുള്ളവരെ ക്ഷത്രിയരാക്കി. അങ്ങനെ പല പല വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നു. താഴേക്കിടയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു, ശൂദ്ര വിഭാഗത്തിൽപ്പെട്ടവര്. അപ്പോൾ ഈ താഴേക്കിടയിലുള്ളവരുടെ ജീവിതം വളരെ കഷ്ടത്തിലായി. അതായത് അവർക്ക് വിദ്യാഭ്യാസം നിരസിച്ചു, അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ നിഷേധിച്ചു. പിന്നെ ഇവരുടെ മേലിലെ അമിതമായ നികുതിയൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ സമൂഹം വളരെ അധപ്പതിച്ചു പോയിരിക്കുക ഒരവസ്ഥ വന്നു. പിന്നെ അത് അധപ്പതിക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഈ മേലേക്കിടയിലുള്ള ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് പവർ കിട്ടിയത്. അപ്പൊ അന്ന് ദേവന്റെ വക, അതായത് അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ എന്താ അമിതമായ സ്വത്തുണ്ടായിരുന്നു. പിന്നെ വളരെ പണ്ട് ഈ അമ്പലത്തിൽ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പൊ ദേവദാസി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എന്താ മോശമായിട്ട് തോന്നും. പക്ഷെ ആ ഒരു സമയത്ത് ദേവദാസി എന്ന് പറയുന്ന ഒരു വളരെ നല്ല ഒരു സ്ഥാനമുള്ള ഒരു പൊസിഷൻ ആയിരുന്നു. അതായത് പല രാജാക്കന്മാരുടെയും മക്കളെയൊക്കെ ദേവദാസികളായിട്ട് കൊടുത്തിരുന്നു. അതായത് ദേവന്റെ ദാസികളായിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ ദേവദാസികളായിട്ട് പോകുന്ന പെൺകുട്ടികള് നല്ല സുന്ദരികളും നല്ല വിദ്യാസമ്പന്നരും ഒക്കെ ആയിരുന്നു. സമൂഹത്തിൽ ഒരു ഉന്നത സ്ഥാനമാണ് ദേവദാസി എന്ന് പറയുന്ന ഒരു പൊസിഷൻ. നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഇവര് വന്നിട്ട് ഈ പറയുന്ന പിന്നെ ചാതുർവർണ്ണയൊക്കെ ഏർപ്പെടുത്തി ബ്രാഹ്മണരെ ഏറ്റവും മേളിൽ കയറ്റി വെച്ചു. അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്ന് പവർ മേളിലായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തെന്നറിയാവോ? ദേവന്റെ വകയൊക്കെ ബ്രഹ്മസ്വത്തിന്റെയാണ്. അതായത് ദേവസ്വം, ദേവന്റെ സ്വത്ത് എന്ന് പറയുന്ന ആരുടെയാ? ഞങ്ങള് ബ്രാഹ്മണരുടെയാണ്.
എന്നൊരു കൺസെപ്റ്റ് വന്നു. അപ്പോൾ ദേവസ്വം ബ്രഹ്മസ്വമായപ്പോൾ നമ്മുടെ ദേവദാസികൾ ദേവന്റെ അല്ലേ? അപ്പൊ ദേവദാസികൾ ആരുടെയായി മാറി? ദേവദാസികൾ ബ്രാഹ്മണരുടെ വകയായി മാറി. അതായത് സ്വത്ത് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അമ്പലത്തിന്റെ വകയും കൂടെ കിട്ടി, ഇവർക്കങ്ങ് സ്വത്ത് കൂടി കൂടെ എന്തുവായി? പെണ്ണും കിട്ടി അല്ലെ? അവരുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള വസ്തുവകകളായി മാറി എന്ത്? ദേവദാസികൾ. അങ്ങനെ ദേവദാസി സമ്പ്രദായം, ദേവന്റെ പെൺകുട്ടി എന്നൊരു കൺസെപ്റ്റ് മാറി ബ്രാഹ്മണരുടെ പെണ്ണ് ആയിട്ട് മാറേണ്ട ഒരവസ്ഥ വരികയും ഇത് വളരെ ജീർണിക്കുകയും ചെയ്തു. അതായത് ഈ ദേവദാസികളുടെ ജീവിതം ഇവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കൃഷി ചെയ്യില്ല. എന്താ, അത് മറ്റു ജീവികളെയൊന്നും കൊന്നുകൂടാ, ബ്രാഹ്മണർ അങ്ങനെയൊന്നും ചെയ്തുകൂടാ. അപ്പൊ അതുകൊണ്ട് കൃഷി ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ എന്താ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള പണി എന്തായി പോയി? ഇങ്ങനെയുള്ള സ്ത്രീ വർണ്ണനകളിലൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ പോവുക, അവർക്ക് കുറെ സ്വത്ത് കൊടുക്കുക, എന്നിട്ട് അവരുടെ വർണ്ണന നടത്തുക. അങ്ങനെ ഒരു രീതിയിലാണ് ഈ മണിപ്രവാള സാഹിത്യം അധപ്പതിച്ചു പോയത്. മണിപ്രവാള സാഹിത്യത്തില് സ്ത്രീ വർണ്ണന അമിതമായിട്ട് വരുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്, ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവർക്ക് ഇതൊക്കെ തന്നെ ആണ് അന്നത്തെ ജോലി. അപ്പോൾ താഴേക്കിടയിലുള്ളവർക്ക് വിദ്യാഭ്യാസവും ഇല്ല, പിന്നെ അമിത നികുതി, അവരുടെ ജീവിതം അധപ്പതിച്ച് പോയിക്കൊണ്ടിരുന്നു. കയ്യിലാണ് 5 പൈസയില്ല. ഇവന്മാരെന്താ, ഇവരിങ്ങനെ സൂചിച്ചുകൊണ്ടിരുന്നു. അപ്പൊ സാഹിത്യവും ഒക്കെ വളരെ ദുഷിച്ചിരുന്നു. അപ്പൊ മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയായി. പുതിയ ജനത വളരെ മോശം രീതിയിലേക്ക് പോയിക്കൊണ്ടു. പൈസ കയ്യിലില്ലാതെ വരുമ്പോ എന്താ, കട്ടുമൂട്ടിക്കാനും പല പല ദുഷ്പ്രവർത്തികളിലേക്ക് യുവജനത പോകും. അവരെ നേരെ നയിക്കാൻ നമ്മുടെ പാവം പിന്നെ എഴുത്തച്ഛന്റെ കയ്യാന്ന് വേറെ മാർഗവും ഇല്ലാത്തതുകൊണ്ട് ആ പാവം എന്ത് ചെയ്തു? ഭക്തി ദൈവം നിന്നെ ശരിയാക്കി കളയും എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയില്ലേ അല്ലെ? ഇപ്പോഴും പേടിയുള്ളവരുണ്ടല്ലോ, നല്ല പേടിയുണ്ടോ? ദൈവം അങ്ങനെ ചെയ്യോ? ഒന്നും വേണ്ട, പേടി. ആ ഒരു പേടി ജനതയിലേക്ക് കൊടുത്തപ്പോ എന്ത് ചെയ്തു? ജനത ഒരു വിധത്തിലൊക്കെ രക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷെ ഈ ഒരു മെത്തേഡ് അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ പരിപൂർണതയിലൊന്നും എത്തിയില്ല. കാരണം ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലൂടെ വീണ്ടും ജാതീയമായി പല പല പ്രശ്നങ്ങളും ഉണ്ടായി. എന്നാലും ഒരു പരിധി വരെയൊക്കെ ജനതയെ നേർവഴിക്ക് നടത്താനായിട്ട് നമ്മളുടെ ഈ ഭക്തി പ്രസ്ഥാനം, അദ്ദേഹത്തിന് അന്ന് തോന്നിയ ഒരു ബുദ്ധിയാണ്, നടന്നു. എന്നാലും നമ്മുടെ വാൽമീകി ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിച്ച രാമനെ അദ്ദേഹം ദേവനാക്കി. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ഓർത്തിട്ട് നമുക്കത് കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അപ്പോ ഇതാണ് സംഭവം. അപ്പൊ മലയാളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ മെയിൻ ആളായിട്ട് നമുക്ക് ആരെ കാണാവുന്നതാണ്? നമുക്ക് എഴുത്തച്ഛനെ കാണാം. എന്തിനാണ് അദ്ദേഹം അത് കൊണ്ടുവന്നെന്നും കാര്യങ്ങൾ മനസ്സിലായി. ആ ഒരു സമൂഹത്തില് അത് അദ്ദേഹത്തിന് ആവശ്യമായി തോന്നിയിരുന്നു, അതിനാലാണ്. പിന്നെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനെയാണ്. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ കിളിയെ കൊണ്ട് പാടിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത്? അതായത് കവിക്ക് അറം പറ്റാതിരിക്കാനെന്ന് പറയുന്നത്. നമ്മുടെ എഴുത്തച്ഛൻ കുറച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആയിരുന്നു അദ്ദേഹം. അപ്പോ ഈ എല്ലാ ജാതികൾക്കും ഇപ്പൊ വേദ പഠനമൊക്കെ സാധാരണ ജാതിക്കാർക്കൊന്നും അനുവദനീയമായിരുന്നില്ല ആ സമൂഹത്തില്. അപ്പോ ഇദ്ദേഹം കുറച്ച് താഴ്ന്ന ജാതിക്കാരനെന്നുള്ള അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കൃതികളൊന്നും എഴുതിക്കൂടാ. അപ്പോ അതിൽ നിന്നുള്ള ശിക്ഷ ഒഴിവാക്കാനും വേറെ സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാനും അദ്ദേഹം ആ കിളിയെ കൊണ്ട് പാടി. കിളിയാണ് പാടുന്നത്, ഞാനല്ലല്ലോ, കിളിയല്ല ഇത് എഴുതിയതെന്നുള്ള രീതിയിൽ കിളി പറയുന്ന രീതിയിലാണ് ഇദ്ദേഹം ഈ രചന നിർവഹിച്ചത്, കിളിപ്പാട്ട്. പിന്നെ കേക, കാകളി, കളകാഞ്ചി, അന്നനടയൊക്കെ നമ്മുടെ എഴുത്തച്ഛൻ ഉപയോഗിച്ച വൃത്തങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് വരികൾ നമുക്ക് നോക്കാം. പിന്നെ 10ാം ക്ലാസ്സിലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സു മൂർഖനി, അതൊക്കെ ഇമ്പോർട്ടന്റ് വരികളാണ് കേട്ടോ. ലക്ഷ്മണോപദേശം ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ, 10ാം ക്ലാസ് SCRT-യിലാന്ന് തോന്നുന്നു. അപ്പൊ ആ വരികളും പ്രധാനപ്പെട്ടതാണ്. പിന്നെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ധരണി ഭൂമി, ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ, ശോണിതം ചോരയാണ്, മുൻകാല ചോദ്യമാണ്. നല്ല മരതകക്കല്ലിനോടൊത്തൊരു, ആരാണ്? കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. അപ്പൊ അത് ഗാന്ധാരി വിലാപമാണ്. അഭിമന്യു ചോരയിൽ കുളിച്ച് കിടക്കുമ്പോൾ ഗാന്ധാരി വിലപിക്കുന്നതാണ്. മഹാഭാരതം കിളിപ്പാട്ടില് നമ്മുടെ എഴുത്തച്ഛന്റെ വരികളാണ് കേട്ടോ. ഇനി അടുത്തത്, വാരധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പതാവേ തോന്നണം കാലേ കാലേ, എഴുത്തച്ഛന്റെ വരികളാണ് അടുത്തത്. അപ്പൊ കിളിയെ കൊണ്ട് പാടിക്കുന്ന രീതിയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കിളിപ്പാട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനം, നമ്മുടെ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ അനുകരിച്ച് ധാരാളം കൃതികൾ വന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് കഴിയുമ്പോ എന്താ, അത് നല്ലതാണെങ്കിൽ ബാക്കിയുള്ളവർ അത് അനുകരിക്കും അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ എഴുത്തച്ഛൻ കിളിപ്പാട്ട് കൊണ്ടുവന്നപ്പോ ബാക്കിയുള്ളവർ അത് അനുകരിച്ച് അതുപോലെയൊക്കെ എഴുതി. ഇപ്പൊ കിളിക്ക് പകരം ഹംസവും അതും ഇതൊക്കെ വെച്ചിട്ട് പല രചനകൾ വന്നിട്ടുണ്ട്.
ഇനി അടുത്താണ് ഗിരിജാ കല്യാണം. ഗിരിജാ കല്യാണം കഴിഞ്ഞ ദിവസം പഠിച്ച ഓർമ്മയുണ്ടോ? ഗിരിജയുടെ കല്യാണത്തിന് ഉണ്ണായി വാര്യരുടെയാണ് ഗിരിജാ കല്യാണം. അപ്പൊ കിളിപ്പാട്ട് അല്ലെങ്കിലും ആ ശാഖയിൽ പെടുത്താമെന്ന് വേണമെങ്കിൽ പറയാ ഇതിനെ. അപ്പൊ ഗിരിജാ കല്യാണം, ഉണ്ണായി വാര്യർ, അത് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് ചരിത്ര കഥകൾ ആസ്പദമാക്കിയിട്ട് 2 കിളിപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് മാമാങ്കം പാട്ട് ആരാ എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മാമാങ്കം പാട്ട്, പിന്നെ പടപ്പാട്ട്. അപ്പൊ മാമാങ്കം പാട്ട് ആരാ എഴുതിയെന്ന് ചോദിച്ചാൽ മാമാങ്കം പാട്ട് എഴുതിയത് കാടഞ്ചേരി നമ്പൂതിരിയാ. മാമാങ്കം നിങ്ങൾക്ക് അറിയാലോ, ചാവേറുകളുടെ മാമാങ്കം. അപ്പൊ ചാവേറുകൾ ഓടി അവിടെ ചെന്ന് നിൽക്കുമല്ലോ, അവരെവിടെയെങ്കിലും കാട്ടിലൊക്കെ ഒളിച്ചിരിക്കും അല്ലെ. അപ്പൊ മാമാങ്കത്തിൽ ചാവേറ് കാട്ടിൽ ഒളിക്കും. മാമാങ്കം കാടഞ്ചേരിയാണെന്ന് ഓർക്കണം കേട്ടോ. അപ്പൊ കാടഞ്ചേരി നമ്പൂതിരിയാണ് മാമാങ്കം പാട്ട് എഴുതിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, മുൻകാല ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ വർഷം ഏതാ? 18-ാം നൂറ്റാണ്ടാണ്. അപ്പൊ തുഞ്ചൻ കുഞ്ചൻ ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിലെ ആള് 18-ാം നൂറ്റാണ്ടിലാണ്. അദ്ദേഹം ജനിച്ചത് എവിടാന്ന് എപ്പോഴും PSC ചോദിക്കും കേട്ടോ. എവിടാന്ന് വെച്ചാല് പാലക്കാട് ജില്ലയിലെ ലക്കിടി കിള്ളിക്കുറിശിമംഗലം കലക്കത്ത് ഭവനം. അതാണ് എപ്പോഴും PSC ചോദിക്കുന്നത്. അതാണ് കിള്ളിക്കുറിശിമംഗലം കലക്കത്ത് ഭവനം. അത് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ കോഡ് പറഞ്ഞുതരാം, നിങ്ങൾ മറന്നു പോകരുത്. അതായത് ഇതൊക്കെ ഇപ്പൊ മറന്നു പോലും തോന്നും, പിന്നെ എഴുത്തച്ഛന്റെ ചോദിക്കുമ്പോൾ അതുമായിട്ടൊക്കെ മാറിക്കും. അപ്പോഴില്ലേ കുഞ്ചൻ നമ്പ്യാരുടെ അല്ല, തുള്ളല്. നമ്മൾ ഫ്രണ്ടിലൊക്കെ പോയിരുന്ന കാണുമ്പോ അയാള് തുള്ളൽക്കാരെ നമ്മൾ നോക്കി കളിയാക്കി നമ്മൾ ആകെ നാച്ചിച്ച് കളയും അല്ലെ. പിന്നെ തുള്ളലൊക്കെ കണ്ടു കഴിയുമ്പോ എന്താ, മുഖത്തിട്ടൊരു കിള്ള് കിട്ടുമ്പോ മൊത്തത്തിൽ ഒരു വേദന കൊണ്ട് എന്താ തുടങ്ങാൻ ഇങ്ങനെ വല്ലാത്തൊരു ഭാവം വരൂല്ലേ. അപ്പൊ എന്താ, ഒരു കലക്കം കിള്ള് കിട്ടിയ പ്രതീതിയായിരിക്കും കഥ. പിന്നെ ഓട്ടംതുള്ളൽ മുന്നിലൊക്കെ ഇരുന്ന് കാണുന്നവരുടെ അല്ലെ, ഒരു കലക്കം കിള്ള് കിട്ടിയ പ്രതീതി മുഖത്ത് വരും എപ്പോ ഓട്ടംതുള്ളൽ കാണുമ്പോ. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഓട്ടംതുള്ളലിന്റെ ആള് കുഞ്ചൻ നമ്പ്യാരല്ലേ. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ കലക്കം കിള്ള്. അപ്പൊ കലക്കത്ത് ഭവനം കിള്ളിക്കുറിശിമംഗലം. ഇനി അടുത്തത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്, ഫലിത സാമ്രാട്ടാണ് അദ്ദേഹം അല്ലെ. പിന്നെ ജനകീയ കവി, അതെന്തുകൊണ്ടാണ്? കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്ന സമയത്തും ഈ പറയുന്ന ജാതിയെല്ലാം ഫിക്സ് ആയി, നേരത്തെ പറഞ്ഞ വിഭാഗത്തിന്റെ കയ്യിൽ ഭരണം, താഴേക്കിടയിലുള്ളവർക്ക് ഒന്നുമില്ല. പക്ഷെ ഇദ്ദേഹമാണെങ്കിൽ അവരുടെ ആശ്രിതനായിട്ട് കഴിയാണ്, വെറുപ്പിച്ചൊന്നും പറയാനും പറ്റൂല. പക്ഷെ സാമൂഹിക പ്രതിബദ്ധത കുറച്ചുള്ളത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പിന്നെന്താ, ആ ഒരു സമയത്ത് കലാകാരന്മാർക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കൂത്ത് കൂടിയാട്ടം, ഈ പിന്നെ കൂത്ത് അവതരിപ്പിക്കുന്ന ആൾക്ക് ആരെയും കളിയാക്കാം. അവിടെ രാജാവെന്നോ ഭടനെന്നോ വേർതിരിവൊന്നുമില്ല, കളിയാക്കാം. അപ്പൊ ആ ഒരു മെത്തേഡ് ഇദ്ദേഹം സ്വീകരിച്ചു. അതായത് ഇദ്ദേഹം ഒരു സാഹിത്യ പ്രസ്ഥാനമായ തുള്ളൽ ഇറക്കിയല്ലോ. തുള്ളലിലൂടെ തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് നാറ്റിക്കുക. അതായത് നമ്പൂതിരിയെ പറ്റിയൊക്കെ ഇങ്ങനെ കളിയാക്കും, സ്ത്രീകളുടെ പുറകെ പോകുന്നതിനെയൊക്കെ ഇങ്ങനെ കളിയാക്കി എല്ലാവരുടെ മുന്നിൽ വെച്ച് വിമർശിക്കുമ്പോൾ ഒരു മനസ്താപം കൊണ്ട് നന്നായിക്കോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് സമൂഹത്തോട് പറയാനുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ തുള്ളലിലൂടെ അവതരിപ്പിച്ചു. ഓക്കെ. അപ്പോ ജനങ്ങളുടെ പ്രശ്നം, ഇപ്പൊ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതും സ്ത്രീകളുടെ പുറകെ പോകുന്ന അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങള് ഇദ്ദേഹം തന്റെ കവിതയിലൂടെ അതായത് തുള്ളലിലൂടെ അവതരിപ്പിച്ചു. അപ്പൊ സാധാരണ ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണില്ലേ, ജനകീയ കവി എന്ന് അറിയപ്പെടുന്നു. പിന്നെയോ നല്ല വിമർശന അമ്പുകളാണല്ലേ തുള്ളലിലൂടെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോ കവിത ചാട്ടവാറാക്കിയ കവിയും കൂടാണ്. അപ്പൊ കവിത ചാട്ടവാറാക്കിയ കവി, ജനകീയ കവി, ഫലിത സാമ്രാട്ട് എല്ലാം ആരാ? കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ ഇതെന്താണെന്ന് അറിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിത് മറന്നുപോകില്ല. അല്ലാണ്ട് ചുമ്മാ ജനകീയ കവി, കവിത ചാട്ടവാറാക്കിയ കവി എന്നൊക്കെ പഠിച്ചാൽ മറന്നു. കാരണം എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് അറിയാത്തതുകൊണ്ട്. ഇപ്പൊ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾ ഇനി മറന്നു പോകില്ല. ഇനി ഓട്ടംതുള്ളല് 3 തരമുണ്ട്: ഓട്ടൻ, പറയൻ, ശീതങ്കൻ. പിന്നെ അതിന് 3 തുള്ളലുകളിലും 3 പിന്നെ വേഷധാരണമാണുള്ളത് കേട്ടോ. പിന്നെ ആദ്യത്തെ തുള്ളല് കല്യാണ സുഗന്ധികമാണ്, മുൻകാല ചോദ്യമാണ് കേട്ടോ. പിന്നെ സഭാപ്രവേശം തുള്ളൽ, ധ്രുവചരിതം, ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം, ഇതെല്ലാം തുള്ളൽ കൃതികളാണ്. പിന്നെ ഒരു മുൻകാല ചോദ്യം കൂടെ ഉണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാള കൃതി ഏതാണെന്ന് PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം. പക്ഷെ ഓപ്ഷൻ്റെ അകത്തുണ്ടല്ലോ, ഇത് കാണില്ല, മണിപ്രവാളം ഒന്നും തരില്ല, ശ്രീകൃഷ്ണചരിതം മാത്രമേ കാണുള്ളൂ. അപ്പൊ കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പൊ പഠിച്ചു വയ്ക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാള കൃതിയാണ് ശ്രീകൃഷ്ണചരിതം കേട്ടോ. ശ്രീകൃഷ്ണചരിതമാണ് കുഞ്ചൻ നമ്പ്യാരുടെ മണിപ്രവാള കൃതി. അപ്പോ കുഞ്ചൻ നമ്പ്യാരുടെ കാര്യം ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്
നമ്മുടെ എഴുത്തച്ഛൻ ഭക്തി കൊണ്ടുവന്നല്ലോ. അതിന്റെ തീവ്രത, അതായത് പരമഭക്തനായിട്ടുള്ള ഒരു സാധു ബ്രാഹ്മണനായിരുന്നു ആര്, നമ്മളുടെ അടുത്ത കവിയായിട്ടുള്ള പൂന്താനം. ഓക്കെ, അപ്പൊ എഴുത്തച്ഛന്റെ ഭക്തി കാവ്യങ്ങൾക്ക് പിന്നാലെ വന്ന ഭക്തകവിയാണ് പൂന്താനം. എഴുത്തച്ഛൻ എന്തിനാണ് ഭക്തി കൊണ്ടുവന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പൂന്താനം തൊട്ട് പുറകെ വന്നു. പിന്നെ പൂന്താനം ആരുടെ സമകാലികനായിരുന്നു? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ സമകാലികനായിരുന്നു പൂന്താനം. ഇനി പൂന്താനത്തിന്റെ പ്രധാന കൃതികൾ നമ്മൾ പഠിക്കണം, PSC ചോദിക്കാറുണ്ട്. പിന്നെ പൂന്താനത്തെ ഭക്തകവി എന്ന് പറയുന്നുണ്ട്. പിന്നെ പാനവൃത്തമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. പിന്നെ ലളിതമായിട്ടുള്ള പച്ച മലയാള രചനയുമാണ് സ്വീകരിച്ചിരുന്നത്. പ്രധാന കൃതികള് ജ്ഞാനപ്പാന, സന്താന ഗോപാലം, ഇമ്പോർട്ടന്റ് ആണ്, ശ്രീകൃഷ്ണ കർണാമൃതം. പൂന്താനത്തിന്റെ വരികൾ PSC പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. അറിയായിരിക്കുമല്ലോ ജ്ഞാനപ്പാന. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ, അഞ്ജലി കൂപ്പി മടങ്ങിടുന്നേൻ. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റും വേണമോ മക്കളാ. ഈ എല്ലാ വരികളും പൂന്താനത്തിന്റെ പ്രധാനമാണ്. ഇനി അടുത്തത് മേൽപ്പത്തൂരാണ്. മേൽപ്പത്തൂരിന്റെ പ്രധാന കൃതികൾ നാരായണീയം, ശ്രീപാദ സപ്തതി, ഗുരുവായൂർ പുരേശ സ്തോത്രം, പ്രക്രിയാ സർവസം. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് നാരായണീയമാണ്. അതിൽ കുറെ ഐതിഹ്യമൊക്കെ ഉണ്ട്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും കഥകളിൽ മുഴുവൻ ഐതിഹ്യങ്ങളാണ്. കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതും അങ്ങനെ അശരീരി വന്നതും അങ്ങനെ കുറെ കഥകളുള്ളതാണ്. അപ്പൊ ഈ നാരായണീയം എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽപ്പത്തൂര് സംസ്കൃത പണ്ഡിതനാണ്. പക്ഷെ പൂന്താനം മലയാളത്തിലല്ലേ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോ പൂന്താനത്തെ കളിയാക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഇദ്ദേഹം തളർന്നു പോകുന്നു. പിന്നെ അതിൽ നിന്ന് മോചിതനായിട്ട് കൃഷ്ണൻ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നു. പിന്നെ അദ്ദേഹം നാരായണീയം രചിക്കുന്നു. നാരായണീയം രചിച്ചു കഴിഞ്ഞാൽ മാറുന്നു. അങ്ങനെ കുറെ ഐതിഹ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്മൂമ്മമാരൊക്കെ അസുഖം വരുമ്പോൾ നാരായണീയം ഇരുന്ന് വായിക്കുന്നത്. അപ്പൊ പല ഐതിഹ്യങ്ങളും അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ്. ഓക്കെ, അടുത്തത് നമുക്ക് വഞ്ചിപ്പാട്ടും ഇതിന്റെ കീഴിലായിട്ട് അങ്ങ് പഠിച്ചുവിട്ടേക്കാം. സ്ഥിരം PSC ചോദ്യം, കുട്ടികൾക്ക് SCRT പഠിക്കാനുണ്ട്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അപ്പൊ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് വൃത്തം ഏതാണ്? നതോന്നതയാണ് കേട്ടോ. നതോന്നത വഞ്ചിപ്പാട്ടിന്റെ നതോന്നതയാണ്. അപ്പൊ രാമപുരത്തുകാരുടെ പ്രധാന കൃതികളാണ്. ഒന്ന് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, പിന്നെ ഭാഷാഷ്ടപതി. ഇദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അതായത് നമ്മുടെ രാമപുരത്ത് വാര്യര് വളരെ ക്ഷയിച്ച് ദാരിദ്ര്യം പിടിച്ച ഒരു ഇല്ലത്തെയാണ് രാമപുരം, കോട്ടയം. അപ്പൊ വൈക്കം ക്ഷേത്രത്തില് മാർത്താണ്ഡവർമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു മുക്തകം പോയി പാടുകയാണ്. അപ്പൊ മുക്തകം കേട്ട് ഇഷ്ടപ്പെടുമ്പോ പിന്നെ ഇദ്ദേഹം നമ്മുടെ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവാണ് തിരുവിതാംകൂറിലേക്ക്. അപ്പോൾ പോകുന്ന വഴി ഒരു പാട്ട് രചിക്കാൻ പറയുകയും അപ്പോൾ രചിക്കുന്നതാണ് ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ചിലപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലെന്താ, ഇപ്പൊ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് കുചേലൻ പോകുന്നു, കുചേലൻ ധനികനാവുന്നു, അതുപോലെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് എന്തെങ്കിലും കിട്ടിയാലും അങ്ങനെയൊക്കെ ആവാം ചിലപ്പോ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ചിലപ്പോ രചിക്കാൻ ഇടയായത്. ഓക്കെ, ഇനി ഭാഷാഷ്ടപതി ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇപ്പൊ സംഭവം എന്നാന്ന് വെച്ചാല് ഗീതാഗോവിന്ദത്തിന്റെ പരിഭാഷയാണ്, ജയദേവന്റെ ഗീതാഗോവിന്ദത്തിന്റെ പരിഭാഷയാണ് ഭാഷാഷ്ടപതി. ആരുടെ? നമ്മുടെ രാമപുരത്ത് വാര്യർ എഴുതിയ ഭാഷാഷ്ടപതി. പിന്നെ ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. അതേതാണ്? അതിന്റെ പരിഭാഷയാണ് ദേവഗീത. അപ്പൊ ദേവഗീതയും ഭാഷാഷ്ടപതിയും മാറിപ്പോരും. ഇനി അടുത്തതാണ് മുക്തകം. മുക്തകം എന്ന് പറഞ്ഞാൽ ചമത്കാരത്തോടെ ഒരാശയത്തെ പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കുന്ന ഒറ്റ ശ്ലോകങ്ങളാണ്. അപ്പോ ചമത്കാരത്തോടെ ഒരു ആശയത്തെ പൂർണ്ണമായിട്ട് ആവിഷ്കരിക്കുന്ന ഒറ്റ ശ്ലോകങ്ങളെയാണ് മുക്തകം എന്ന് പറയുന്നത്. അപ്പൊ മുക്തകത്തിന്റെ പ്രധാന ഒരു രചയിതാവായിട്ട് നമ്മൾ ചേലപ്പറമ്പ് നമ്പൂതിരിയെ കണക്കാക്കാവുന്നതാണ്. ഇനി നമ്മള് അടുത്ത പ്രസ്ഥാനമായ മണിപ്രവാളത്തിലേക്ക് കടക്കുകയാണ്. മണിപ്രവാളം എന്ന് വെച്ചാൽ എന്താ? ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. അതായത് നമ്മുടെ സംസാര ഭാഷയും അതിന്റെ കൂടെ സംസ്കൃതവും കൂടെ കലർന്നിട്ട് സാഹിത്യരചനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയാണ് എന്ത്? മണിപ്രവാളം എന്ന് പറയുന്നത്. അപ്പൊ മണിപ്രവാളത്തിന്റെ ലക്ഷണം പറയുന്ന ഗ്രന്ഥം ഏതായിരുന്നു? ലീലാതിലകമാണ്.
അപ്പൊ മണിപ്രവാളത്തിന്റെ പ്രത്യേകത എന്താണെന്നും എന്തുകൊണ്ടാണ് മണിപ്രവാള രചന അങ്ങനെയായി മാറിയതെന്നും നമ്മൾ എഴുത്തച്ഛന്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചതാണ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ മണിപ്രവാളത്തിലെ ആദ്യ രചന, അതായത് പ്രാചീന മണിപ്രവാളത്തിലെ ആദ്യ കൃതിയാണ് ഏത്? ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വൈശിക തന്ത്രം. അതായത് വൈശിക തന്ത്രം, എന്തൊരു തന്ത്രം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അതായത് എന്താ? ഗണികാവൃത്തി, വേശ്യാവൃത്തി എങ്ങനെ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാമെന്ന് ഒരമ്മ മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഏത്? വൈശിക തന്ത്രം എന്ന മണിപ്രവാള കൃതി. പാരമ്പര്യമായി കൈമാറി വന്ന കുറെ തന്ത്രങ്ങളുണ്ട്. അമ്മുമ്മയുടെ അമ്മുമ്മയായിട്ട് ഇവര് പാരമ്പര്യമായിട്ട് ഗണികകളാണ്. അപ്പൊ അമ്മുമ്മമാര് കൈമാറി തന്ന കുറെ രഹസ്യങ്ങളുണ്ട്. ഇത് ക്രിയേറ്റീവായിട്ട് നല്ല ഭംഗിയിൽ ചെയ്യാനായിട്ട് കുറെ രഹസ്യങ്ങളുണ്ട്. അത് സ്വന്തം അമ്മ മകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് എന്ത്? വൈശിക തന്ത്രം. അതിനാൽ തന്നെ അത് എന്താ? അത്യാവശ്യം നല്ല ആയിരിക്കും അല്ലെ. അത് തന്നെയാണ്. അപ്പൊ ഇതിലെ നായികയുടെ പേരാണ് അനംഗസേന. പിന്നെ അനംഗവല്ലി എന്നും ചില സ്ഥലത്ത് കാണുന്നുണ്ട്. പൊതുവെ അനംഗസേന എന്നൊക്കെയാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അനംഗസേന എന്ന് പഠിച്ചാൽ മതി. അപ്പൊ വൈശിക തന്ത്രത്തിലെ നായികയുടെ പേര് അനംഗസേന എന്നാണ്. എന്താണ് വൈശിക തന്ത്രം എന്ന് മനസ്സിലായല്ലോ. ഇനി മണിപ്രവാളത്തിലെ അവസാന കൃതി അതുകൂടെ കൊണ്ട് കഴിഞ്ഞു. അവസാനത്തെ കൃതി ആണ് ഇത്? ചന്ദ്രോത്സവം. അതായത് മേദിനി വെണ്ണിലാവ് എന്ന് പറയുന്ന ഒരു ഗണിക ചന്ദ്രോത്സവം നടത്തുന്ന കഥയാണ്. അപ്പോ ഇതിൽ പങ്കെടുക്കാനായിട്ട് നാട്ടിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഗണികകളും വരുന്നു. ഗണികകളുടെ പുറകെ അവരെ പുകഴ്ത്തിക്കൊണ്ട് പല പല കവികളും ധനികന്മാരും ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ വരുന്നു. അപ്പോൾ ചില ഗണികകളെ ചില യുവാക്കള് മുതുകത്തെടുത്തോണ്ടൊക്കെയാണ് വരുന്നത്. അപ്പൊ സ്ത്രീ സൗന്ദര്യത്തിന്റെ പുറകെ പോയിട്ട് അവർക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന കുറെ ധനികരെ ഒക്കെ കളിയാക്കുന്ന രീതിയിലും അവരുടെ കാര്യങ്ങളും ഒക്കെ വർണ്ണിച്ചുകൊണ്ടാണ് നമ്മുടെ ചന്ദ്രോത്സവം വരുന്നത്. അപ്പോൾ അവസാനത്തെ കൃതിയായിട്ട് ചന്ദ്രോത്സവം, ആദ്യത്തെ കൃതി വൈശിക തന്ത്രം. രണ്ടും പ്രധാനപ്പെട്ടതാണ്. അടുത്തത് പിന്നെ മണിപ്രവാളത്തിൽ വരുന്നതാണ് ചമ്പുക്കൾ. ചമ്പുക്കൾ എന്താ? ഗദ്യവും പദ്യവും ഇടകലർന്ന് വരുന്നതാണ് ചമ്പുക്കൾ. അപ്പൊ സംസ്കൃതത്തിൽ നിന്ന് മലയാളം കടം കൊണ്ട ഒരു സാഹിത്യ ശാഖയാണ് ചമ്പുക്കൾ എന്ന് പറയുന്നത്. ഗദ്യവും പദ്യവും കലർന്നതാണ് പ്രധാനപ്പെട്ട ചമ്പുക്കളായിട്ട് നമുക്ക് വരുന്നത്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാട് ചരിതം ഒക്കെയാണ്. അപ്പൊ ഉണ്ണിയാട് ചരിതം എഴുതിയത് ദാമോദര ചാക്യാരാണ്. പിന്നെ മലയാളത്തിലെ ആദ്യത്തെ ചമ്പുകാവ്യം എന്തായിരുന്നു? ഓർക്കാൻ കോഡ് പറഞ്ഞത് ചമ്പാണ്. ആരുടെയെങ്കിലും അച്ചിയൊക്കെ പറ്റിയിരുന്നത് ചമ്പാണെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താ? ഉണ്ണി അച്ചി ചരിതമാണ്. അപ്പൊ ഉണ്ണി അച്ചി ചരിതമാണ് മലയാളത്തിലെ ആദ്യത്തെ ചമ്പുകാവ്യം എഴുതിയത് ദേവൻ ശ്രീകുമാർ. ഇപ്പൊ അന്ന് ശ്രീ എന്നൊന്നുമില്ല. അപ്പൊ എന്താ? ശ്രീക്ക് പകരം അതിന്റെ തൽഭവം ചായ ഉപയോഗിച്ച് ദേവൻ ചിരികുമാർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ് കേട്ടോ. ദേവൻ ശ്രീകുമാർ തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ട് എഴുതിയതാണ് ദേവൻ ശ്രീകുമാർ. ഓക്കെ, ഇനി അടുത്തത് ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരി ദേവി, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. പിന്നെ സംസ്കൃതത്തിലെ ആദ്യ ചമ്പു ഏതാന്ന് ചോദിച്ചാല് രാമായണം ചമ്പുവാണ്. രാമായണം ചമ്പു എഴുതിയത് ആരാണെന്നാണ് കരുതുന്നത്? പുരാണ കഥയെ ഉപജീവിച്ചുണ്ടായ ആദ്യത്തെ ചമ്പുകാവ്യം രാമായണം ചമ്പുവാണ്. അത് പൂനൻ നമ്പൂതിരിയാണെന്നാണ് കരുതുന്നത് കേട്ടോ. പൂനൻ നമ്പൂതിരി. അപ്പൊ പൂനൻ നമ്പൂതിരിയെ പറ്റി പറയുമ്പോൾ PC മുൻകാല ചോദ്യമാണ്. പൂനൻ നമ്പൂതിരി ആരാന്ന് വെച്ചാല് മാനവിക്രമന്റെ സാമൂതിരി മാനവിക്രമന്റെ സദസ്സിലെ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തെ 18 അരക്കവികളില് അരക്കവിയാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബാക്കി ഞാനിവിടെ എഴുതിയിരിക്കുന്നതാണ് ബാക്കിയുള്ള കവികൾ. അപ്പോ ഈ കവികളില് ഇദ്ദേഹത്തെ ഇപ്പൊ പയ്യന്നൂർ ഭട്ടതിരിമാർ 9 പേര്, ഉദണ്ഡ ശാസ്ത്രി ഒരാള്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ പൂനം എന്ന് പറയുമ്പോൾ പൂനത്തിന്റെ അവിടെ അരയുള്ളൂ. അപ്പൊ മൊത്തത്തിൽ 18 അരക്കവികൾ. എന്തുകൊണ്ടാണ് ഈ അരക്കവി എന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. അതായത് ചില സാഹിത്യകാരന്മാർ പറയുന്നത് ഇതില് ഭാഷാകവി പൂനം മാത്രമായിരുന്നു. അപ്പൊ ഭാഷാകവി എന്ന് പറയുമ്പോൾ മലയാളമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഭാഷാകവിയായിട്ട് പൂനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറുപ്പമായതിനാല് അര ഒന്നായിട്ട് കൂട്ടാല്. അപ്പൊ എന്താ അരയാണ്. പിന്നെ അരചകവിന്റെ ഷോർട്ട് ഫോം ആയിട്ട് അരക്കവി പറയുന്നതാണ്. അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ എന്തൊക്കെ ആയാലും അരക്കവി എന്ന് പറയുന്ന ആരാ? പൂനമാണെന്ന് ഓർക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ്, കേരളത്തിലെ ആദ്യ സംസ്കൃത ചമ്പു എഴുതിയത് സംസ്കൃത ചമ്പു അമോഘരാഗമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത ചമ്പു അമോഘരാഗവും. അടുത്തത് PSC ചോദിച്ചത് കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പറ്റി കൂടെ പഠിക്കുകയാണ്. അതായത് നൈഷധൻ ചമ്പു എഴുതിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിലെ വരി തന്നിട്ട് ഏതിലെയാണെന്ന് ചോദിച്ചത്. അതായത് 51 അക്ഷരാളി കലിതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻ പൊടുപൂക്കും
കുസുമതതിലെങ്ങുന്ന പൂന്തേൻ കുഴമ്പേ. അപ്പൊ മഴമംഗലമാണ് ഇത് എഴുതിയത്. അപ്പൊ എന്താ, മഴ പെയ്യുന്ന പോലെ പടപടപടാണ്. അപ്പൊ എന്താ, പിന്നെ അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് രാജരത്നാവലിയം, കൊടിയ വിരഹം, ബാണയുദ്ധം. അത് പഠിച്ചു വെച്ചോ കേട്ടോ. അപ്പൊ നൈഷിതം ചമ്പുവും രാജരത്നാവലിയും കൊടിയ വിരഹവും ബാണയുദ്ധവും ഒക്കെ ആരുടെയാണ്? മഴമംഗലത്തിന്റെയാണ്. പിന്നെ മഴമംഗലത്തിന്റെ സമകാലികനായിരുന്ന ഒരാളാണ് നീലകണ്ഠൻ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ കൂടെയാണ്, പഠിച്ചു വെച്ചോ. ഏതൊക്കെയാണ്? ചെല്ലൂർ നാദോദയം, തെങ്കയില നാദോദയം, നാരായണീയം. നാരായണീയം മഴമംഗലത്തിന്റെ വേറെ ഉണ്ട്, ഇത് ചമ്പു, അത് വേറെ. അപ്പോ ഇത്രയാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഉള്ളൂരിന്റെയാണ് കേട്ടോ. അതായത് ഇത് ആ കാലഘട്ടത്തിന്റെ ഒന്നും അല്ല, അത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ത്യ ചരിത്രത്തെ ആസ്പദമാക്കി ഉള്ളൂര് രചിച്ച ചമ്പുവാണ് സുജാതാദ്വൈതം. അപ്പോ ഇന്ത്യ ചരിത്രത്തെ ആസ്പദമാക്കി ഉള്ളൂര് രചിച്ച ചമ്പുവാണ് സുജാതാദ്വൈതം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ സന്ദേശകാവ്യത്തിലേക്ക് കടക്കണം. സന്ദേശകാവ്യം എന്താ? വിരഹം അറിയിക്കാണ്. അതായത് ഇപ്പൊ നായകൻ നായികയെ പിരിയുന്നു, അപ്പൊ ആ വിരഹ ദുഃഖം അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ പറയാനുള്ള കാര്യങ്ങൾ ഒരു സന്ദേശഹരനെ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ സന്ദേശഹരനായിട്ട് പിന്നെ വണ്ടും പിന്നെ കുയിലും മേഘവും അങ്ങനെ പല പല സാധനങ്ങൾ സന്ദേശം കൊണ്ടുപോയിട്ടുള്ള സന്ദേശഹരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ സന്ദേശകാവ്യം എന്താണെന്നൊരു ഐഡിയ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ കാളിദാസനാണ് സന്ദേശകാവ്യ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ കാളിദാസന്റെ മേഘ സന്ദേശമാണ് ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യം കേട്ടോ. ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമാണ് കാളിദാസൻ. ഇനി മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം കോടെന്തായിരുന്നു? എന്താ മൊത്തത്തില് പിന്നെ മണിപ്രവാളം എന്ന് പറയുമ്പോ ഇച്ചിരി എന്താണ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താ, സന്ദേശം മുഴുവൻ ഒരു ബ്ലൂ ആയിരുന്നു അല്ലെ, ബ്ലൂ സന്ദേശമാണ്. അപ്പൊ നീലി സന്ദേശം ഓർക്കുക. അപ്പൊ ഉണ്ണി നീലി സന്ദേശം ആദ്യം മലയാള സന്ദേശകാവ്യമാണ്. ഉണ്ണി നീല സന്ദേശം, അപ്പൊ ഉണ്ണി നീലി സന്ദേശം ഓർക്കണം കേട്ടോ. അപ്പൊ കഥ എന്ന് പറഞ്ഞാല് നമ്മളുടെ നായകനും നായികയും കൂടെ വിശ്രമിച്ച് കടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു യക്ഷി വന്നിട്ട് നായകനെ എടുത്തുകൊണ്ട് പോകുന്ന വഴി നായകൻ എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നു, നായകൻ താഴെ വീഴുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോ അവിടെ വെച്ച് ആദിത്യവർമ്മനെ കാണുന്നു. ആദിത്യവർമ്മയോട് പറയാണ്, എന്റെ ഉണ്ണിനീലിയോട് പറയൂ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റി, ഞാൻ ഇങ്ങനെ പോകുന്നതാണ് എന്ന് പറയൂ, അങ്ങനെയൊക്കെ ഒരു സന്ദേശമാണ്. അപ്പൊ ഉണ്ണിനീലിയുടെ വീട് മുണ്ടക്കലാണ്. അപ്പൊ മുണ്ടക്കൽ സന്ദേശം എന്ന് പറയുന്നത് ഉണ്ണിനീലി സന്ദേശമാണ്. പിന്നെ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി കുട്ടിക്കൃഷ്ണമാരാരാണ്. അപ്പൊ മുണ്ടക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനം എഴുതിയത് കുട്ടിക്കൃഷ്ണമാരാരാണ്. അപ്പൊ ഇതാണ് ഉണ്ണിനീലി സന്ദേശത്തിൽ വരുന്നത്. പിന്നെ അടുത്തതാണ് മയൂര സന്ദേശം എഴുതിയത് ആരാണ്? മയൂര സന്ദേശം എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. പിന്നെ ഈ സന്ദേശ കാവ്യങ്ങളിലെ രസം എന്താണ്? അപ്പൊ മൊത്തത്തില് മണിപ്രവാളത്തിന്റെ രസം ഒരു ശൃംഗാരമാണല്ലോ. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഒരു വിരഹമുള്ള ശൃംഗാരമാണ് അല്ലെ, ഇവര് പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഒരു ശൃംഗാരമാണ് വരുന്നത്. അപ്പൊ വിരഹത്തിലുള്ള ഈ ശൃംഗാരത്തിനെയാണ് വിപ്രലംബ ശൃംഗാരം എന്ന് പറയുന്നത്. എന്താണ് വിപ്രലംബ ശൃംഗാരം? അപ്പോ സന്ദേശകാവ്യങ്ങളിലെ ശൃംഗാരത്തിന്റെ പേരാണ് വിപ്രലംബ ശൃംഗാരം. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് പിന്നെ കുറച്ച് സന്ദേശകാവ്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക പറയാം. അപ്പൊ ആദ്യം പറഞ്ഞൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അതായത് കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമായിട്ട് നമുക്ക് ശുഗ സന്ദേശത്തെ കരുതാം. ഇപ്പൊ ലക്ഷ്മി ഭാസനാണ് അത് എഴുതിയത്. കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശം അതാണ് ശുഗ സന്ദേശം, ലക്ഷ്മി ഭാസൻ. പിന്നെ ഹംസ സന്ദേശവും ചാതക സന്ദേശവും ഒക്കെ എഴുതിയത് നമ്മുടെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഹംസ സന്ദേശം, കാരണം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനൊക്കെ PSC അടക്കി ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം എഴുതിയ സന്ദേശകാവ്യം കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്ക്. അപ്പൊ ഹംസവും ചാതകവും എടാ ഇങ്ങനെ ഓർത്താൽ മതി. കൊടുങ്ങല്ലൂരേക്ക് നമ്മുടെ ഇത് ചാതകമാണ്, നമ്മുടെ ജാതകവും കൊണ്ട് ഒരു ഹംസത്തെ അയച്ചു നോർത്താലും മതി, നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അപ്പൊ ജാതകം കൊണ്ട് ഹംസത്തെ അയച്ചങ്ങോട്ട് കൊടുങ്ങല്ലൂരേക്ക്, കൊടുങ്ങല്ലൂര്. അപ്പൊ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചാതക സന്ദേശം, ഹംസത്തെ അയച്ചു, ഹംസ സന്ദേശം. ഇനി അടുത്തത് കോകില സന്ദേശവും ശുഗ സന്ദേശവും മൂലൂർ പത്മനാഭ പണിക്കരാണ് കേട്ടോ. പിന്നെ അടുത്തത് PSC ചോദിച്ചതാണ് കപോത സന്ദേശം, കൊട്ടാരത്തിൽ ശങ്കുണി. ഈ കൊട്ടാരത്തിലൊക്കെ ശരിക്കും പറഞ്ഞാല് നിറച്ച് പ്രാവ്, കപോതം പ്രാവാണ്. കപോതമൊക്കെ ഇല്ലേ, അപ്പൊ കൊട്ടാരത്തിലേക്ക് വല്ല സന്തോഷം അയക്കണമെങ്കിൽ പ്രാവിനോട് പറഞ്ഞു വിട്ടാ പോരെ. അപ്പൊ കപോത സന്ദേശം കൊട്ടാരത്തിൽ ശങ്കുണിയാണ് ആറുള്ളത്. പിന്നെ റാണി സന്ദേശം, കുറച്ച് എന്താ മോഡേൺ ആയിട്ടുള്ള സന്ദേശം. ആരെഴുതിയ? കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആളാ, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ റാണി സന്ദേശം എന്നൊക്കെ പറയുമ്പോ എന്താ,
സഹോദരനയ്യപ്പനാണ് കേട്ടോ. ഇനി അടുത്തത് കേരള PSC ചോദിച്ച കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ് കേട്ടോ. ബാക്കി മുൻകാല ചോദ്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതിൽ പോയി ചെയ്യണം. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ പോയി ചെയ്യണം. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരി ദേവി ചരിതം, ഉണ്ണിയാട് ചരിതം, ഇതൊക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നു? അച്ചി, ചമ്പ് അല്ലെ, ചമ്പുക്കളിലാണ് പെടുന്നത്. ഇനി അടുത്തത് മലയാള ഭാഷയിലെ ആദ്യ സന്ദേശകാവ്യം നീല സന്ദേശം. നമ്മൾ പഠിച്ചില്ലേ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. ഉണ്ണി നീല സന്ദേശമാണ്. പിന്നെ നൈഷധൻ ചമ്പു ആരുടെയാ? മഴ പെയ്യുന്നത് പോലെ മഴമംഗലത്തിന്റെ അല്ലെ, ഏതാണ്? 51 അക്ഷരാളി. അപ്പൊ ഈ വരിയാണ് ചോദിച്ചിരുന്നത്. 51 അക്ഷരാളി എഴുതിയത് ആരാണ്? മഴമംഗലമാണ്, നൈഷധൻ ചമ്പുവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്ലി PSC സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ അടുത്ത ക്ലാസ് കാണുക. പ്ലേലിസ്റ്റ് ഒത്തിരി ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊക്കെ കൂടെ കാണുക. അപ്പൊ നമുക്ക് അതുപോലെ ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.